ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് നല്ല ക്രിസ്പി ആൻഡ് ചീസി ആയിട്ടുള്ള ചിക്കൻ മിനി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ഒന്ന് ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്, അതൊരു 4-5 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതാ 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പോളം ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ 1-2 മിനിറ്റോളം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം, ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ അതിലൊന്ന് വരാൻ വേണ്ടിയിട്ട്. അതൊന്ന് വഴറ്റിയിട്ടെടുത്താൽ പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റോളം ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പോളം ചീസാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജഡാർ ചീസാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, മൊസറല്ല ചീസോ ഏതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നുമില്ല നമ്മളടുത്ത് സ്ലൈസ് ടൈപ്പ് ആ ഒരു ചീസാണെന്നുള്ളത് വെച്ചാൽ 1-2 സ്ലൈസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സമൂസേൻ്റെ ഷീറ്റാണ് കേട്ടോ. സമൂസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ട് സമൂസ ഷീറ്റ് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മൈദയുടെ ഒരു പേസ്റ്റും കൂടെ വേണം, നമുക്കത് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, നല്ല ചീസി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിൽ ചീസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഫില്ലിങ്സ് തന്നെ. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കിതാ ഒരു സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മിനി ആയിട്ടല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, മിനി ചിക്കൻ റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പീസ് മതി കേട്ടോ. ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളോ 1.5 ടീസ്പൂണോളൊക്കെ വെച്ച് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ, ചെറിയൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറഞ്ഞ അളവിൽ ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു മൈദയുടെ പേസ്റ്റ് കുറച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മുകൾ ഭാഗത്തും കുറച്ച് ആ ഒരു മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി, അത് പെട്ടെന്ന് ഒട്ടി വരും. അതുപോലെ തന്നെ താഴ്ഭാഗത്തും അതേപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മിനി ചിക്കൻ റോളാണിത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ. ഈ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞായിട്ട് ചിക്കൻ റോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മിനി ചിക്കൻ റോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 3-4 ഇട്ടിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി എടുത്താൽ മതി കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചിട്ടും അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ട് എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയി കിട്ടും കേട്ടോ.
ഇപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിനി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ചീസി ആയിട്ടുള്ളതാണ്. ഉള്ളിലൊക്കെ കണ്ടില്ല, ഫില്ലിങ്സൊക്കെ നല്ല ചീസി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.